സാറേ ഇതിൽ വലിയ സംഭവമൊന്നുമില്ല. ടോയ്ലറ്റ് തെന്നി വീണു, തലയിടിച്ചു മരിച്ചു, ക്ലീൻ. എന്താണ് ഈ സാഹചര്യത്തിൽ പറയാനുള്ളത്? എന്താ പറയാനുള്ളത്? ഉറപ്പായിട്ടും അവിടെ വെച്ച് ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ആഗ്രഹമുണ്ട് ഇതിനെ കളിച്ച് 100 ദിവസം നിന്ന് ഇതിനകത്ത് കയറുമ്പോൾ ആഗ്രഹം ഉണ്ടായിരുന്നു. ആ ആഗ്രഹം ഞാൻ സഫലമാക്കി. അപ്പൊ അതിൽ ഭയങ്കര ഹാപ്പിയാണ്. ടോപ്പ് 5 വന്ന് നിൽക്കാന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ്. അപ്പൊ കപ്പെടുക്കണം എല്ലാവർക്കും ആഗ്രഹം തന്നെയാണ് അത്. പക്ഷെ അറിയിക്കുന്ന ഒരാൾക്ക് കിട്ടട്ടെ, അത് കിട്ടി, അതുപോലെ തന്നെ കിട്ടുകയും ചെയ്തു. അപ്പൊ ഞാൻ ടോപ്പ് 5 കയറിയത് ഭയങ്കര ഹാപ്പിയാണ്. ഇതിന്റെ പിന്നെ കപ്പ് കിട്ടിയതിൽ ഭയങ്കര ഹാപ്പിയാണ്. അറിയിക്കണോണ്ടാണല്ലോ കിട്ടിയത്. മൊത്തത്തില് വല്ലാത്തൊരു എക്സ്പീരിയൻസും ആണത്. അത് നമുക്ക് ഒറ്റ വാക്കിൽ ഫുള്ളായിട്ട് അങ്ങ് പറയാൻ പറ്റത്തില്ല. വല്ലാത്തൊരു എക്സ്പീരിയൻസ് പറഞ്ഞാൽ ആ എക്സ്പീരിയൻസ് എനിക്ക് കിട്ടാൻ ഇത്രയും ലക്ഷക്കണക്കിന് ആൾക്കാരിൽ സെലക്ട് ചെയ്ത് 25 പേരിൽ അരിച്ചെടുത്ത് ഡൈല്യൂട്ട് ചെയ്ത് 5-ൽ ഒന്നിക്കാന്ന് പറഞ്ഞാൽ അത് വേറൊരു ഫീൽ തന്നെയാണ്. വല്ലാത്തൊരു ഫീലാണത്. അതായത് ബിഗ് ബോസിലെ കപ്പ് അല്ലെങ്കിൽ 5-ൽ എത്തുന്ന വലിയൊരു സൗഹൃദം അവിടെ കിട്ടിയില്ല. അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? സൗഹൃദം എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും അവിടെ ഞാൻ തുടക്കം മുതൽ ഡേ 1 തൊട്ട് അവസാനം വരെയും അൻസിബ, അത് വല്ലാത്തൊരു ബോണ്ടാണത്. സൗഹൃദം എന്ന് പറഞ്ഞാൽ അവിടെ ഞാൻ നിങ്ങൾക്ക് കണ്ടറിയാം, ഞാൻ ആ ഒരു 11th വീക്ക് വരെ ഞാൻ എല്ലാം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും താങ്ങും തണലായി ഹാപ്പി ആയിട്ട് 11th വീക്കിൽ അൻസിബ അവിടെ നിന്ന് പോയപ്പോ ഞാൻ ഭയങ്കര ഒരു എന്റെ മാനസികാവസ്ഥ ചെറുതായിട്ട് മാറി. കാരണം അവിടെ എനിക്ക് ആ കൂടി ഭയങ്കരമായിട്ട് വിശ്വാസവും എനിക്ക് എന്തും സന്തോഷത്തോടെ ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരൊറ്റ ആൾ അൻസിബയായിരുന്നു. അതല്ലാത്തൊരു ബോണ്ടായിരുന്നു. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഒരു പക്ഷെ പുറത്തുനിന്നാണെങ്കിൽ അൻസിബ ഞങ്ങൾ ഇങ്ങനെ കണ്ടുമുട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ഇത്രയും ബോണ്ട് ക്രിയേറ്റ് ചെയ്യപ്പെടുമെന്ന് എനിക്ക് അറിയില്ല. കാരണം ഞങ്ങളുടെ രണ്ടുപേരുടെയും സ്വഭാവം അങ്ങ് 2 ഡിഫറെന്റ് പേജസിലാണ്, രണ്ട് പേജാണ്. പക്ഷെ ആ ഒരു തോട്ട് ഞങ്ങളുടെ മനസ്സും ഞങ്ങൾ ചിന്തിക്കുന്ന രീതിയും കാര്യങ്ങളൊക്കെ സെയിം ആണ്. അതുകൊണ്ട് തന്നെയാണ് അതിനകത്ത് അത്ര ഞങ്ങൾക്ക് ബോണ്ട് ക്രിയേറ്റ് ആയത്. നാച്ചുറലി നമ്മൾ അവിടെ പോയിട്ട് ഞാൻ എന്റെ ബോണ്ട് ക്രിയേറ്റ് ചെയ്യണം അല്ലെങ്കിൽ ഇത് ഉണ്ടാക്കണം എന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. പക്ഷെ അത് അറിയാതെ സംഭവിച്ചതാ. അങ്ങനെ ഒരാളെ അൻസിബ മാത്രമേ ഉള്ളൂ. പിന്നെ അഭിഷേക് ആ കൂട്ടത്തിനിടയിൽ വന്ന് അതേപോലെ തന്നെ ഒരു ജെന്യുവൻ പേഴ്സണാ. അവനും ഭയങ്കര പാവ. അൻസിബ പോയതിനു ശേഷം അവനായിരുന്നു എന്നെ ടേക്ക് കെയർ ചെയ്തത്. അൻസിബ പറഞ്ഞിട്ട് അവൻ പോയത് നോക്കിയോളെന്ന്. അവൻ അതുപോലെ തന്നെ അടിപൊളിയായിട്ട് ചെയ്തത്. ഇവർ രണ്ടുപേരും എനിക്ക് ഭയങ്കര സംഭവമായിരുന്നു അതിനകത്ത്. ഒരു വലിയ ഒരു അവഗണനയെന്നാണ് ഇതുപോലൊരു വലിയ ഷോയിലേക്ക് വന്നത്. അപ്പം ഈ 100 ദിവസം നിൽക്കുക എന്നുള്ളത് പിന്നെ വിജയിക്കുക എന്നുള്ളതൊക്കെ ഭയങ്കര ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ടായിരിക്കും ഇവിടെ കയറി വന്നത്. അല്ലെങ്കിൽ ഒരുപാട് കളിയാക്കലുകൾ നേരിടേണ്ടി വന്നേനെ. ഒരു 100 ദിവസം പൂർത്തീകരിക്കുകയാണ്. എന്താണ് ആ ഒരു സംഭവത്തെ പറ്റി പറയാം? ഇപ്പൊ ഈ കളിയാക്കല് നേരിടേണ്ടി വന്നേനെ അങ്ങനെയൊന്നും ഞാൻ നോക്കാറില്ല. അത് നമ്മള് ഫ്രണ്ടിലോട്ട് പോവാ. നമ്മള് ഫ്രണ്ടിലോട്ട് പോകും. അധികം ഞാൻ അധികം തിങ്ക് ചെയ്യാൻ നിന്നില്ല. ഞാൻ ഗോ വിത്ത് ദ ഫ്ലോ ആയിരുന്നു. ഞാൻ ഒന്നിനു വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഒരാളെ വലിച്ചിടും അങ്ങനെ ഒരു കാര്യം ഞാൻ ചെയ്തിട്ടില്ല. അതിന്റെ നേച്ചർ ഉള്ളതാ. ഇപ്പൊ ഞാൻ പുറത്താണെങ്കിൽ അകത്താണെങ്കിൽ എന്റെ സ്വഭാവം അങ്ങനെ തന്നെ. എനിക്ക് ഇതിൽ കൂടുതൽ പറ്റത്തില്ല. പിന്നെ ഞാൻ ഇപ്പൊ എല്ലാരും ഗെയിം കളിക്കുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു ഓഹോ നമ്മളിങ്ങനെ നിന്നാ പോരാ, അപ്പൊ നമ്മള് മറ്റുള്ള പോലെ ഗെയിം കളിക്കണം. ഞാൻ ശ്രമിച്ചു നോക്കി. പക്ഷെ എനിക്ക് നാച്ചുറലി അതില്ല. നമുക്കില്ലാത്ത സാധനം അവിടെ ഫേക്ക് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ അത് പ്രശ്നം. എനിക്കത് ഉണ്ടായിരുന്നില്ല. ഞാൻ എന്റെ ക്യാരക്ടർ പുറത്ത് എന്ത് റെപ്രസെന്റ് ചെയ്യണോ അത് തന്നെ അതിനകത്ത് വെച്ചിട്ട് ഞാൻ ഫ്രണ്ടിലോട്ട് പോയത്. ഇനി ബാക്കിയുള്ള ഫ്യൂച്ചർ പ്ലാൻസും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഫ്യൂച്ചർ പ്ലാൻസ് ഒക്കെ നിങ്ങൾക്ക് കണ്ടറിയാം. ഞാൻ കുറച്ച് റാപ്പും ആൽബംസും കാര്യങ്ങളൊക്കെ ഇറക്കുന്നുണ്ട്. പിന്നെ വേറെ സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് സർപ്രൈസ് ആ സമയത്ത് നിങ്ങൾക്ക് കണ്ടറിയാം. ഈ 5 സ്ഥാനങ്ങൾ നേടിയില്ല. അപ്പോൾ താങ്കൾ 5ാമത്. പക്ഷെ ജിൻഡോയ്ക്ക് താഴത്ത് അർജുനും അത് കഴിഞ്ഞിട്ട് ജാസ്മിനൊക്കെ. അപ്പൊ അവരുടെയൊക്കെ ഗെയിമിനെയും അവരുടെ സൗഹൃദത്തെ അതൊക്കെ എങ്ങനെ കാണുന്നത്? ഒന്നുകൂടെ പറഞ്ഞു. തൊട്ട് ഇപ്പൊ ജിൻഡോ ഒക്കെ ടൈറ്റിൽ വിന്നറായി. അതിന് തൊട്ട് താഴെ അർജുൻ വന്നു, ജാസ്മിൻ വന്നു, അഭിഷേകിനെ പറ്റി പറഞ്ഞു. ഇനിയിപ്പം ബാക്കി 2 പേരെ പറ്റി കൂടെ പറഞ്ഞ അർജുനെ പറ്റി. അർജുനും ജാസ്മിനും ഇപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മ പുറത്തെ സൊസൈറ്റി റെപ്രസെന്റ് ചെയ്യണ പോലെ തന്നെ ഇതിന്റെ അകത്തും പല ആൾക്കാരുണ്ട്. പല സ്വഭാവമുള്ള ആൾക്കാരാണ്, പല സൈഡിൽ നിന്ന ആൾക്കാരാണ്. ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അധികം വേറെ ആൾക്കാരുടെ ഇടയിൽ പോയി അധികം ഇടപെടാറില്ല. അതായത് ചുമ്മാ വേറെ വലിയ കയറാറില്ല. എന്റെ സ്വഭാവം അങ്ങനെയല്ല. ഇപ്പൊ എനിക്ക് അവരുടെ സ്റ്റോറീസ് ഇപ്പൊ ജാസ്മിന്റെ ഒക്കെ ആണെങ്കിലും ജാസ്മിൻ എന്ന വ്യക്തി ഞാൻ അനലൈസ് ചെയ്യാൻ ഞാൻ നിന്നിട്ടില്ല. എന്താ നോർമലായിട്ട് എങ്ങനെ നടക്കുന്നു എന്നുള്ള കാര്യങ്ങൾ മാത്രം. അത് എനിക്ക് അങ്ങനെ ജാസ്മിനാണ്. പിന്നെ ജിൻഡപ്പൻ ഇങ്ങനെ വേറെ ലെവൽ ഗെയിമറാണ്, ഒന്നും പറയാനില്ല. ഇങ്ങനെ വേറെ സംഭവമാണ്. പിന്നെ ജിൻഡപ്പിന്റെ അകത്തൊരു ഇന്നസെൻസ് ഉണ്ട്. എനിക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെയാണ്
ഇപ്പൊ ജിൻഡപ്പനും അൻസിബയും അഭിഷേകും നമ്മുടെ ഇടയിൽ ആ ഒരു സംഭവം വന്നത്. ജിൻഡപ്പ ഭയങ്കര എന്തൊക്കെ സംഭവം ആളാണ് അവിടെ പോയി ഇത് പറയുന്നുണ്ട് ഞാൻ കേൾക്കുന്നുണ്ട്. പക്ഷെ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഹീസ് ജസ്റ്റ് എൻ ഹ്യൂമൻ ബീങ്. അകത്ത് ഭയങ്കര ഇന്നസെന്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിട്ട് എനിക്ക് തോന്നിയത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇപ്പോഴും ജിൻഡപ്പനെ ഭയങ്കര ഇഷ്ടം, എപ്പോഴും ഇഷ്ടം. അതുകൊണ്ട് തന്നെ ജിൻഡപ്പന് ട്രോഫി കിട്ടുമ്പോ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അർജുനും അടിപൊളിയായിരുന്നു. അർജുനും ഇപ്പൊ ഈ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും തുടക്കത്തെ ആ ഒരു സെക്കൻഡ് വീക്കില് ഞങ്ങള് ഒരു ബോണ്ട് ക്രിയേറ്റ് ചെയ്ത ഡെൻ റൂമില് ഞാനും അൻസിബയും അർജുനും പിന്നെ അതുപോലെ തന്നെ റോക്കി ആണെങ്കിലും, റോക്കിയുടെ കാര്യം നിങ്ങൾക്ക് അറിയാലോ, സംഭവിക്കുന്നു പറഞ്ഞിട്ട് കാര്യമില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും കയ്യിൽ നിന്ന് പോകാനുള്ള പോവും. അപ്പൊ അർജുന്റെ കേസ് എനിക്ക് അർജുനും എന്റെ ഒരു നല്ലൊരു കൂട്ടുകാരനാണ്. പക്ഷെ അവൻ ഉറപ്പായിട്ട് അതിനകത്ത് അവനും ഗെയിമറാണ്. ഞാൻ എന്നെ പോലെ അല്ല, അവൻ ഗെയിം കളിക്കാൻ തന്നെ അവൻ പറഞ്ഞു അവൻ ഇൻഡിവിജ്വൽ ആണ്, അവൻ ഗെയിമറാണ്. അവന്റെ രീതിക്ക് അവന് ചെയ്യാനുള്ളത് അവന്റെ സർവൈവിന് വേണ്ടിയിട്ട് അവൻ എന്ത് വേണമെങ്കിലും അവൻ ചെയ്യും. അവൻ ഗെയിമിന്റെ ഭാഗമായിട്ട് അവൻ ചെയ്യും. അവൻ ഗെയിമറായിട്ട് നിന്നിട്ട് അവൻ ഗെയിമറായിട്ട് കളിച്ചിട്ട് അവൻ പോയി, അത്രേ ഉള്ളൂ. പിന്നെ നല്ല ഫ്രണ്ടായിരുന്നു. ആ സെക്കൻഡ് വീക്കിൽ നിന്ന് ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വന്നു. പിന്നെ അധികം ഞാനും അർജുനും കൂടി എനിക്ക് ബോണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഹീസ് ഓൾസോ ഈസ് എ ഹ്യൂമൻ ബീങ്. അവൻ നല്ലൊരു ഫ്രണ്ടാണ്. പക്ഷെ അവൻ ഗെയിം കളിക്കാൻ വന്നത്, അതുകൊണ്ട് അവൻ ഗെയിം നന്നായിട്ട് കളിച്ചിട്ടുണ്ട്. ഹാപ്പിയാണോ? ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, സത്യം ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ വന്നു തിരിച്ച് വൺ പീസ് ആയിട്ട് പോകുന്നുണ്ടല്ലോ, അതിൽ തന്നെ ഞാൻ ഭയങ്കര സന്തോഷമാണ്. ഞാനെന്ന വ്യക്തി എന്താണ് അത് റിപ്രസെന്റ് ചെയ്തത്. ഇപ്പോ ജനങ്ങൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും ഞാൻ എന്താണെന്ന്. അതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അതിൽ കൂടുതലൊന്നും ഞാൻ കാട്ടായ്മ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. അത് ഞാൻ അങ്ങനെ തന്നെയാണ്. ഇപ്പൊ നിങ്ങൾ എന്ത് തരാന്ന് പറഞ്ഞാലും ഞാൻ എങ്ങനെ നിൽക്കത്തുള്ളൂ, എനിക്കത് പറ്റുള്ളൂ. നമ്മളെല്ലാ സാധനമായിട്ട് നിന്നിട്ട് കാര്യമില്ലല്ലോ ഗൈസ്. ഓക്കെ, താങ്ക് യു. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സാറേ ഇതിൽ വലിയ സംഭവമൊന്നുമില്ല. ടോയ്ലറ്റിൽ തെന്നി വീണു, തലയിടിച്ചു മരിച്ചു, ക്ലീൻ.